നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾക്ക് ശരിയായ ജീവിതം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. കല്യാണം കഴിക്കാൻ പോലെ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഓ എന്താ ഇപ്പൊ എന്താ പറഞ്ഞു? ഞാനോ? അമ്മാവൻ ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? ഈ കറിക്ക് ഉപ്പിട്ടായിരുന്നോന്ന്. ഉപ്പിടണ്ടേ? ഹലോ, ഇവിടെ ആരുമില്ലേ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ. അയാൾ എവിടെ? നിങ്ങളുടെ മകൻ, ആ KSEB എഞ്ചിനീയർ. KSEB എഞ്ചിനീയർ? എഞ്ചിനീയർ അയാൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇന്ന് വല്ലത് ഇവിടെ നടക്കും. ഇപ്പൊ വിളിക്കാം കേട്ടാ. ഹരി, മോനെ. ഹരി, അതെ, KSEB എഞ്ചിനീയറെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. KSEB നാളോ? ഇവിടെ അല്ല, ആളറിയില്ല. ആരെ രാവിലെ നീ തന്നെ ഒന്ന് ചെന്ന് നോക്ക്. ചെല്ല്, നിന്നെ കാണാൻ വേണ്ടി വന്നതാ. പോയി നോക്കടാ. ആരെ രാവിലെ 100 കൂട്ടം തിരക്കിന്റെ ഇടയില്. എന്താ രാവിലെ തന്നെ എന്നെ കണി കാണിക്കാൻ വന്നാണോ? എന്റെ ഇന്നത്തെ ഒരു ദിവസം നശിപ്പിക്കാൻ ഈ ഒറ്റ കാഴ്ച മതി. തനിക്ക് കണി കാണാനുള്ള ഒരാളല്ല ഞാൻ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെ ഫ്യൂസ് താൻ ഊരിയതാണോ? നിങ്ങളുടെ വീടോ? അതെന്റെ വീടാ. ശരി, സമ്മതിച്ചു. നിങ്ങളുടെ വീട്ടിലെ ഫ്യൂസ് ഊരിയത് നിങ്ങൾ തന്നെയാണല്ലോ. എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ചിലപ്പോ കറണ്ട് ഉണ്ടാവും, ചിലപ്പോ കറണ്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ അമ്മാവിന്റെ കയ്യിലെ ഞങ്ങൾ പരസ്പരം എഴുതി ഒപ്പിട്ട ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിലെ 2 വീട്ടുകാർക്കുള്ള ഇവിടുത്തെ അവകാശങ്ങള് കൃത്യമായി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വാടകക്കാരനെ ശല്യപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിച്ച ഞങ്ങൾക്കത് പരാതിപ്പെടാം. എന്നാ പരാതിപ്പെട്ടോ? ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ഇരുട്ടത്തിരുത്തി കൊതുകടി കൊണ്ടു. ഉടമയ്ക്ക് മാത്രമൊന്നല്ല, വാടകക്കാരന് അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ എവിടെ പോകേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ ചെയ്യാം. എന്നാ പിന്നെ എന്താ പോവാത്തത്? അതെ, പറ്റുമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാനേ കുറെ ആളുകളെയും കൂട്ടിക്കൊണ്ടിങ്ങോട്ട് വാ. നിന്റെ കഴിവ് എനിക്കൊന്ന് കാണണമല്ലോ. ഇത്രയ്ക്ക് അഹങ്കാരം എന്താ മനുഷ്യ നിങ്ങൾക്ക്? ഞാൻ കേസിനൊന്നും പോകുന്നില്ല. അങ്ങനെ വഴിക്ക് വാ. പക്ഷേ അടുത്ത മാസം റെന്റ് ഞാൻ തരില്ല. നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചതിനുള്ള കൂലിയായിട്ട് അങ്ങ് കണക്കിൽ വെച്ചാൽ മതി. 1-ാം തീയതി ഉണ്ടെങ്കിൽ എനിക്ക് റെന്റ് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ വലിച്ച് ഞാൻ പുറത്തറിയും. എങ്കിൽ നിയമത്തിന്റെ വഴി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്റെ ദേഹത്ത് മഞ്ഞൾ വെള്ളം ഒഴിച്ചു. ഒരു രാത്രി മുഴുവൻ ഞങ്ങളെ ഇരുട്ടിലാക്കി. ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. അതെ, എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഒരു ദിവസമാണ്. അത് നിന്റെ ഈ മോന്ത കണ്ടോണ്ട്. അതിന് ഞാൻ പകരം ചോദിക്കും. ഒന്ന് ഇറങ്ങിപ്പോ. താൻ കയറിപ്പോക്കോ. എന്നിട്ട് അഹങ്കരിക്കാനുള്ള പുതിയ വഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാപ്പടം പഠിച്ചു വെക്ക്. തന്നെപ്പോലെ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്നെ പോലെ ഒരുത്തിയെ ഞാനും കണ്ടിട്ടില്ല. പുറത്ത് വന്നത് അവളാ. അമ്മാവൻ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? ഞാൻ എന്തിനു പറയണം? നീ ചെയ്ത പ്രവൃത്തിക്ക് നീ കയ്യോടെ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതി. അവള് കൂലി തരാൻ വന്നതായിരിക്കും. പക്ഷേ അത് വാങ്ങിക്കണമെങ്കിൽ വേറെ ആളെ നോക്കണം. ലോക വിവരവും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുക അഹങ്കാരി. അവൾക്ക് ശരിയായ ജീവിതം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. കല്യാണം കഴിക്കാൻ പോലെ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. എന്താ ഇപ്പൊ എന്താ പറഞ്ഞു? ഞാനോ? അമ്മാവൻ ഇപ്പൊ എന്താ പറഞ്ഞെന്ന്? ഈ കറിക്ക് ഉപ്പിട്ടായിരുന്നോന്ന്. ഉപ്പിടണ്ടേ? അമ്മാവന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. അതിനുള്ള വെള്ളം ഈ അടുപ്പത്ത് വെച്ച് തിളക്കേ ഉള്ളൂ, അത് വേവത്തില്ല. മനസ്സിലായോ? ഓ
വേവാനെ കഷ്ടെടുത്ത് ആദ്യം ഇടണം, എന്നാലേ വേവൂ. നീ എത്ര കൊമ്പൂലിക്ക് നടന്നാലും അവള് നിന്റെ മനസ്സ് കീഴടക്കിയിരിക്കും. അവളിനി ഈ വീടിന്റെ ഐശ്വര്യമായിട്ട് കയറി വന്നിരിക്കും. കേട്ടോടാ പൂത്ത കോട. അയാളുടെ വീട്ടിലിരുന്നിട്ട് അയാളെ ഇഷ്ടമുള്ളത് ചെയ്യും പോലും. അമ്മയ്ക്കിപ്പോ സമാധാനായല്ലോ. ഈ വീട് വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമ്മൾ എന്തോ അയാളുടെ സൗജന്യത്തിന് താമസിക്കുന്ന പോലെ അയാൾ സംസാരിക്കുന്ന. ഇനി ഒരു ദിവസം ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ച പിറ്റേന്ന് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കും. ബട്ടണിട്. അവർ പിടിച്ചോണ്ട് പോയി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചോളും. അപ്പൊ പഠിക്കും. മിണ്ടാതിരുന്നോളണം. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അമ്മയോട് ഞാനീ പറയുന്നേ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ പോണോ? അയാൾക്കെതിരെ പരാതി കൊടുക്കണോ? എന്നെ കൊണ്ട് കഴിയില്ല മോളെ. ഇത് തന്നെയാണ് കുഴപ്പം. ആരും ഒന്നും ചോദിക്കാതിരിക്കുമ്പോ അയാളുടെ അഹങ്കാരം കൂടി കൂടി വരും. അമ്മ മോനോടൊന്ന് ചോദിച്ചു നോക്ക്, ആ കൊച്ചു ക്ലാസ്സിൽ കാണിക്കുന്ന അഹങ്കാരം എന്താന്ന്. അതിനെന്താ, അച്ഛനങ്ങ് പറഞ്ഞു വിടുന്നല്ലേ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പല രീതിയിലും പെരുമാറും. അതിനൊക്കെ അവരുടെ രക്ഷിതാക്കളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ആരെയെ കുറ്റം പറയേണ്ടത്? നാട്ടുകാരെയോ? അമ്മേ, ഞാനിവിടെ ഇല്ലാത്ത നേരത്ത് അയാൾ എന്തേലും പറഞ്ഞോണ്ട് വന്നാ എഗ്രിമെന്റിലുള്ള കാര്യങ്ങളല്ലാതെ ഒന്നും അനുസരിക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറയണം. ആവശ്യമുള്ള സമയത്ത് വാ തുറക്കണം. മനസ്സിലായോ? മനസ്സിലായി. നീ പോയിട്ട് ബാഗ് എടുത്തിട്ട് വന്നേ. ഇവിടെ ഒന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. എനിക്കിപ്പോ ആരോട് മത്സരിക്കാനുള്ള സമയമില്ല. അതാണ് പ്രശ്നം. എനിക്ക് സമയമുണ്ട്. ഞാൻ മോളുടെ ടീച്ചറാ. അച്ഛന് പാഠം പഠിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.